ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും ഒരു പുതിയ വ്ളോഗായിട്ട് വന്നാണ്. നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് നേരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ രാവിലെ 3 മണിക്ക് പോന്നാണ് ഞങ്ങൾ. അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും രാവിലെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിപ്പോ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ഇപ്പൊ നമ്മള് ചായ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ കണ്ണൂരിൽ എത്തിയിട്ട് ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ കണ്ണൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരെ മൂകാംബികയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വഴി തെറ്റിയതാണെങ്കിലും ഈ സീനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോയി കാസർഗോഡ് ബോർഡർ എത്താനായി. അപ്പോൾ ഗൈസ് നമ്മൾ കർണാടകയിലെ ഫസ്റ്റ് ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഇവിടെ ചോറിനാൻ വേണ്ടി പോവാ. ഹൈവേ താങ്കൾക്ക് കാണാം. ഞങ്ങൾ ഇവിടെ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ, കുറച്ചല്ല. ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഗായ്സ് ഞങ്ങളിതാ ചോറ് തിരിച്ചല്ല പോവാണ്, മൂകാംബികയ്ക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പോയി മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റോഡ് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കാടും അടിപൊളിയാണ്. ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പോയി മൂകാംബികേൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗായ്സ് നമ്മളിത് ഇവിടെ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛനും കൂടി റൂം എടുക്കാൻ പോയതാണ്. അപ്പൊ ഗായ്സ് നമ്മളിതാ മൂകാംബികയിൽ എത്തിയിട്ട് നമ്മളിപ്പോ ഒരു ഹോട്ടൽ എടുത്തിട്ട് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് തിരിച്ചു കൊണ്ടല്ലേ വരും. എന്നിട്ട് പിന്നെ നാളെ അമ്പലത്തിൽ പോകും. അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് വരാം. അപ്പൊ ഗായ്സ് ഞങ്ങളെല്ലാരും മാറ്റിട്ട് ഇതാ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിനകത്ത് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് നോക്കിയാൽ ഈ രണ്ടാൾക്കാർ ഈ വലിയ ദീപസ്തംഭത്തിൽ തീയിടുന്നതും കത്തിക്കുന്നതൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് തൊഴുത് ഞങ്ങൾ കൃത്യസമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് കൂടുതലൊന്നും വരി നിൽക്കാതെ തന്നെ സുഖമായി കഴിഞ്ഞു. ഇപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് ക്യൂവാണ്. പിന്നെ ഇതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് വേഗം തൊഴുതിറങ്ങാനായി. ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേഗം പോയി ഉറക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് 2 മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ മസാല ദോശയൊക്കെ കഴിച്ച് സൗബർണിലേക്ക് നടക്കാതെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളിതാ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് പാക്കിങ്ങിന് ഇറങ്ങിയതാണ് വെറുതെ. നമ്മൾ
രാത്രി സൗവർണയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ രാത്രി കഷായ പൂജ കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വന്ന് കിടന്നുറങ്ങിയപ്പോൾ രാവിലെ ഇവരെല്ലാവരും അമ്പലത്തിൽ പോയി, ഞങ്ങളിവിടെ കിടന്നുറങ്ങി. അത് ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൗവർണിക കാണാൻ വേണ്ടി സൗവർണികൻ്റെ അവിടെ ഇരുന്നത്. രാത്രി പോകാൻ പറ്റില്ല. കുരങ്ങനൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ അവിടേക്ക് എത്തി ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നിങ്ങൾക്ക് മീൻ ഇങ്ങനെ ചാടുന്ന കാണാനുണ്ടോ? ഗൈസ് അതാ മീനതാ ചാടുന്നത്, നിങ്ങൾക്ക് കാണാല്ലേ മീൻ ചാടുന്നത്. ഞങ്ങൾ സൗവർണികയിൽ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ചായ അടിക്കാൻ പോകണം. അപ്പോൾ ചായ അടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ചായ അടിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മളിതാ വീണ്ടും ഇറങ്ങി. നമ്മൾ പുറത്തേക്ക് കടന്നില്ല. ഇനിയിപ്പോൾ നേരെ നമ്മൾ മാൽപ്പേ ബീച്ചുണ്ട്, അവിടെ നിന്ന് ഒരു ഐലൻഡ് ഉണ്ട്, അവിടേക്ക് പോകുന്നറിയില്ല. അവിടേക്ക് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഗായ്സ് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ പാർട്ട് 2 വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്.